വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ്. കുറച്ച് ദിവസമായിട്ട് ആഗ്രഹമായിരുന്നു. നമ്മൾ ഷോർട്സ് ആണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. വലിയ വീഡിയോ എടുക്കണമെന്ന് കുറച്ച് ദിവസമായിട്ട് നല്ല ആഗ്രഹം ഉണ്ടായി. അങ്ങനെ നമ്മൾ ചെയ്യാൻ ഇപ്പം നമ്മൾ റെഡി ആവുന്നത് നമുക്ക് വീടിൻ്റെ അടുത്തൊരു ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പം അതിന് പോകാൻ വേണ്ടിയാണ്. ഒരു സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പാണ്. സാധാരണ മേക്കപ്പ് ചെയ്യാറില്ല, എന്നാലും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഗെറ്റ് റെഡി വിത്ത് മീ. പിന്നെ ഫംഗ്ഷൻ്റെ അവിടെയുള്ള പരിപാടികളൊക്കെ കാട്ടാൻ വേണ്ടിയാണ്. അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വീഡിയോ എടുക്കാൻ കുറച്ച് ടെൻഷൻ ഉണ്ട്. ബിക്കോസ് നമ്മൾ പറയുന്നത് നമ്മളാണ് ലാസ്റ്റ് റെഡി ആവുന്നത്. അതിൻ്റെ ഒരു റഷ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ടെൻഷനാണ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ഉമ്മച്ചിയും അവരെല്ലാവരും റെഡിയായി. അതിൻ്റെ ഒരു ഇത് എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചുരിദാർ ടൈപ്പ് ഓഫ് ഡ്രസ്സാണ് നമ്മൾ ഇടുന്നത്. രാത്രിയിലത്തെ നൈറ്റിലെ പരിപാടിയാണ്. നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള ലുക്കാണ് പിടിക്കാൻ നോക്കുന്നത്. പിന്നെ മേക്കപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ മേക്കപ്പ് എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഇങ്ങനെയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു ഡോട്ടർ ഷെയ്ത്തിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കോമ്പിനേഷൻ സ്കിന്നിന് നല്ലത് തന്നെയാണ്, എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയണ പോലെ കണ്ണ് എഴുതേണ്ട കാര്യം എനിക്ക് ഫോണിൽ നോക്കി എഴുതാൻ ഭയങ്കര എന്തൊക്കെയോ കണ്ണ് എഴുതി ശരിയാവില്ല. ഞാനതുകൊണ്ട് മിററിൽ നോക്കി നല്ല പ്രോപ്പറായിട്ട് എഴുതും. പിന്നെ എൻ്റെ ഹെയർ സ്റ്റൈലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഞാൻ എവിടെ പോയാലും ഈ ഒരു ഹെയർ സ്റ്റൈലാണ് എടുക്കാറ്. കാരണം ഇതാണ് എനിക്ക് ഭയങ്കര ഒരു ചേർച്ച തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ രണ്ട് സൈഡിലേക്കും പിടിച്ച് കെട്ടിയിട്ടുള്ള സ്റ്റൈൽ അത് എനിക്ക് നന്നായിട്ട് ചെയ്യണ പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് അത്. പിന്നെ എനിക്ക് എവിടെ പോയാലും ഫസ്റ്റായിട്ട് റെഡി ആവാനല്ല പാടി, ഹെയർ സ്റ്റൈൽ കണ്ടുപിടിക്കാനാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഹെയർ സ്റ്റൈൽ പിടിക്കും. പിന്നെ നമ്മുടെ ലിപ്സ്റ്റിക്ക് കാര്യങ്ങൾ, ഞാൻ ഫസ്റ്റ് ലിപ്സ്റ്റിക്ക് ഇടുന്ന സമയത്ത് ലിപ് ബാം പറ്റും. വിഷ് കെയറിൻ്റെ ലിപ് ബാമാണ് നമ്മൾ പറ്റുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ചുണ്ടിൽ പിഗ്മെൻറ്റേഷൻ വരില്ല. ആദ്യം തന്നെ നമ്മൾ ലിപ് ബാം പറ്റിയിട്ട് ലിപ്സ്റ്റിക്ക് പറ്റുകയാണെങ്കിൽ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ചുണ്ടിൽ പിഗ്മെൻറ്റേഷൻ വരില്ല. കുറേ അനുഭവങ്ങൾ ഓരോരുത്തർ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ചുണ്ടിൽ ഇങ്ങനെ ലിപ് ബാം പറ്റിയിട്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് പറ്റുകയാണെങ്കിൽ പിഗ്മെൻറ്റേഷൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ കമ്മൽ ഈ ഒരു സിമ്പിളായിട്ടുള്ള ചുരിദാറിന് പറ്റിയൊരു സിമ്പിളായിട്ടുള്ളൊരു കമ്മലാണ് നമ്മൾ ഇട്ടേണ്ടത്. പിന്നെ ഈ വളയും കാര്യങ്ങളും ഇട്ട് ഒരു റിങ്ങും ഇട്ട് ഇന്ന് നമ്മുടെ മാല നമ്മൾ തന്നെയാണ് ഇട്ടത്, ആരും ഹെൽപ്പില്ലാതെ. കാരണം അവരൊക്കെ പോകാൻ വേണ്ടി നമുക്ക് ധൃതി പിടിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഒരു സിമ്പിളായിട്ടുള്ളൊരു ലുക്കാണിത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പറയാം. പിന്നെ നമ്മുടെ ഒരു നല്ലൊരു എനിക്ക് അത്യാവശ്യം നമ്മുടെ മേക്കപ്പ് കാര്യങ്ങളൊന്നും ഫേസിൽ ഇട്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഫൗണ്ടേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് അവിടെ ഫംഗ്ഷൻ്റെ അവിടെ ഓഡിറ്റോറിയത്തിൽ ചെന്നിട്ട് നമുക്ക് കാണാം. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തായിരുന്നു ചെന്നപ്പോൾ നമുക്ക് വെൽക്കം ഡ്രിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് നമ്മൾ കുടിച്ച് നമ്മൾ കുറച്ച് ലേറ്റായി ഒന്ന്. ഇത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എൻ്റെ ഇത്താതാടെ ഫ്രണ്ടിൻ്റെ ഇത്താതാടെ കല്യാണമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും പോകണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ തലേന്ന് പോയി. രാത്രിയിലത്തെ പരിപാടി ചെന്നപ്പോൾ നമ്മുടെ ബ്രൈഡിൻ്റെ എൻട്രി കഴിഞ്ഞപ്പോൾ നമുക്ക് ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായി. നല്ല അടിപൊളിയായിട്ട് നമ്മളവിടെ ഇരുന്ന് കണ്ട് നല്ല രസമുണ്ടായി. പിന്നെ മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ അനിയൻ്റെ ദഫാണ്. മദ്രസയിൽ കളിച്ച് അങ്ങനെ ഇഷ്ടപ്പെട്ട് ഇവരിങ്ങനെ ഓഡിറ്റോറിയത്തിൽ വിളിച്ച് കല്യാണത്തിൻ്റെ പ്രോഗ്രാംസിനൊക്കെ വിളിച്ച് അങ്ങനെ അനിയൻ്റെ ദഫ് കാര്യങ്ങളൊക്കെ ഉണ്ടായി. നല്ല അടിപൊളി തന്നെയായിരുന്നു. അത് നമ്മളവിടെ ഇരുന്ന് നന്നായിട്ട് ആസ്വദിച്ചിങ്ങനെ കണ്ട് രണ്ട് പാട്ടായിട്ട് ഇങ്ങനെ മാരേജിൻ്റെ ഫംഗ്ഷൻ്റെ പാട്ടായിട്ടുള്ള ദഫായിരുന്നു ഉണ്ടായത്. നല്ല രസം ഉണ്ടായിട്ട്. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി താഴത്തേക്ക് പോയി. ദഫ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഫുഡ് കാര്യങ്ങൾ ഇപ്പോൾ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഇങ്ങനെ താഴത്തേക്ക് പോകാനുള്ള ഫുഡ് കാര്യങ്ങൾ നമുക്ക് ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനെ നമ്മൾ കുറച്ച് കഴിച്ച് തിരിച്ച് നമ്മൾ അവിടെ തന്നെ വന്നപ്പോൾ അടുത്ത ദഫ് തുടങ്ങി. ഈ ഒരു ദഫാണ് നമ്മുടെ മദ്രസയിൽ കളിച്ചത്. മദ്രസയിൽ കളിച്ച ദഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആദ്യം കളിച്ചതെന്ന് വെച്ചാൽ അവർക്ക് ഈ കല്യാണത്തിന് വന്നേലും കുറച്ച് മുമ്പായിട്ട് അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അവർക്ക് വലിയൊരു സുഖം തോന്നിയില്ല. മദ്രസയിൽ കളിച്ച ദഫ് എന്ന് പറയുന്നത് അടിപൊളി തന്നെയാണ്. നമ്മൾ നല്ലതായിട്ട് നമ്മുടെ അനിയനും കൂടി കളിക്കുന്നതുകൊണ്ട് നമ്മൾ നല്ലതായിട്ട് ആസ്വദിച്ച് കളിച്ച്. അപ്പോൾ ഈ ഒരു കുഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.